നമസ്കാരം. കേരള രാജ്ഭവൻ ഹാളിൽ ഭാരതാംബയുടെ ഒരു ചിത്രം വയ്ക്കുകയും അവിടെ നടക്കുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത് വലിയ അസഹിഷ്ണുതയോടുകൂടിയാണ് CPM കണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അതിനെതിരെ വളരെ വാചാലമായി തന്നെ പ്രതികരിക്കുന്നു. അതിരൂക്ഷമായ പ്രതികരണം ഉണ്ടാകുന്നു. ഗവർണർ ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്നൊരു ആരോപണം ഉണ്ടാകുന്നു. ആ പരിപാടി, മന്ത്രിമാർ അടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ അവിടെ നടക്കണമെങ്കിൽ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണം എന്ന് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഗവർണർ അതിന് വഴങ്ങിയില്ല. അതെൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഭാരതാംബയുടെ ചിത്രം, അതിൽ പുഷ്പാർച്ചന നടത്തുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ രാജ്യസ്നേഹത്തോട് അല്ലെങ്കിൽ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന പ്രശ്നമില്ല എന്ന് കൃത്യമായ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. അതിപ്പോഴും ആ ചിത്രം അവിടെ തന്നെയുണ്ട്. മാത്രമല്ല, യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ, ഗവർണർ പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു എന്ന പേരിൽ ഇവിടെ കുട്ടി സഖാക്കൾ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ഗവർണറെ തടയുന്നു, VCയെ തടയുന്നു, താൽക്കാലിക VCയെ തടയുന്നു, VC ഇല്ലാത്ത സമയത്തേക്ക് മുറിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വലിയ വലിയ കോലാഹലങ്ങളാണ്. ഗവർണർക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തിയത്. VC മോഹനൻ കുന്നുമ്മേൽ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പസിലെത്തുന്ന ദിവസം അദ്ദേഹത്തെ തടയും എന്നുവരെ SFIക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിൽ ഇടയിൽ എവിടെയോ മഞ്ഞുരുകുന്നു. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സർവ്വാപരാധവും പൊറുക്കണം എന്ന് പറയുന്നു. അതിനുശേഷം SFIയുടെ സമരങ്ങളെല്ലാം അവസാനിക്കുന്നു. VC അടക്കമുള്ളവർ ക്യാമ്പസിലേക്ക് സമാധാനപരമായി വന്നു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതായത് ഗവർണർക്കെതിരെ ഇത്ര ശക്തമായ നടപടി, ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന പേരിൽ വലിയ ബഹളം കൂട്ടിയിരുന്ന CPIMനെ ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ഒരു വലിയ സമ്മേളനവും ചർച്ചയും ഈ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ കൊച്ചിയിലാണ് നടന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് അടക്കം ഈ ജ്ഞാനസഭ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് ഇതിൽ പങ്കെടുത്തത്. ഭാരതത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും 200ഓളം VCമാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, കേരളത്തിലെ 5 സർവകലാശാലകളിൽ നിന്നുള്ള VCമാരും പങ്കെടുത്തു. 5 സർവകലാശാലകളിൽ നിന്നുള്ള 4 VCമാർ, അതായത് ആരോഗ്യ സർവകലാശാലയ്ക്കും കേരള സർവകലാശാലയ്ക്കും ഇപ്പോൾ ഒരു VC മാത്രമാണുള്ളത്, ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. അതോടൊപ്പം തന്നെ കണ്ണൂർ VC ഡോക്ടർ KK സാജു, കാലിക്കറ്റ് VC ഡോക്ടർ PP രവീന്ദ്രൻ, കുഫോസിൻ്റെ VC ഡോക്ടർ A ബിജുകുമാർ തുടങ്ങിയവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. RSS സംഘടിപ്പിക്കുന്ന RSSൻ്റെ ഒരു പരിപാടിയായിട്ടുള്ള ജ്ഞാനസഭയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നും 4 VCമാർ പങ്കെടുക്കുന്നു. രാജ്യത്ത് എമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്നും 200-ലധികം VCമാർ പങ്കെടുക്കുന്നു. ഈ പരിപാടിയുടെ വാർത്ത വന്നപ്പോൾ തന്നെ ഇടതു സംഘടനകൾ വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയതാണ്. ഇത് RSSൻ്റെ വർഗീയ അജണ്ടയാണ്, വിദ്യാഭ്യാസത്തിൽ വർഗീയത കലർത്താനുള്ള നീക്കമാണ്. കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു VC അതിൽ പങ്കെടുത്താൽ അദ്ദേഹത്തെ വഴിയിൽ തടയും എന്നൊക്കെ പറഞ്ഞു വലിയ ഭീഷണിയായിരുന്നു SFIയും KSUവും എല്ലാം. ഭരണഘടനാ ലംഘനമാണ് നടക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. ആദ്യം പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു VCയും അതിലേക്ക് പങ്കെടുക്കാൻ പോകുന്നില്ല എന്നാണ്. എന്നാൽ ഏതാനും ചില VCമാർ പങ്കെടുക്കുമെന്നറിഞ്ഞതോടുകൂടി ഈ VCമാരെ വഴിയിൽ തടയുമെന്ന ഭീഷണിയാണ് ഉണ്ടായത്. പക്ഷേ ആരും ഒന്നും ചെയ്തില്ല. സമാധാനപരമായി തന്നെ, കാരണം പോകുന്നത് RSSൻ്റെ പരിപാടിയിലേക്കാണ്, RSSൻ്റെ സർസംഘചാലക് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇവർ പോകുന്നത്. തടയാൻ ധൈര്യമുള്ളവർ ആരുണ്ട് എന്നൊരു ചോദ്യം തന്നെ മൗനമായി RSS ഉയർത്തിയിരുന്നു. പക്ഷേ ആരും തടഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ സുഗമമായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ച് വളരെ കാതലായ ചർച്ചകൾ നടക്കുന്നു, വളരെ മഹത്തായ ചർച്ചകൾ നടക്കുന്നു. പല ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കണ്ടുമുട്ടുന്നു, അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ മുതൽക്കൂട്ടായ ഒരു സമ്മേളനമായി അത് മാറുന്നു. ഇതിൽ VCമാർ, പ്രധാനപ്പെട്ട VCമാർ പങ്കെടുക്കുന്നു. ഇതിൽ CPIMനെ ഞെട്ടിച്ചത് 4 VCമാർ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ 4 VCമാരിൽ CPIMനെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചത് കുഫോസിൻ്റെ VC ഡോക്ടർ A ബിജുകുമാർ പങ്കെടുത്തു എന്നുള്ളതാണ്. കാരണം ഡോക്ടർ A ബിജുകുമാർ എന്നത് പാർട്ടിയുമായി വളരെ അടുപ്പമുള്ള കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ്.
പാർട്ടി നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും പാർട്ടി നേതാക്കന്മാരാണ്. മാത്രമല്ല ഇദ്ദേഹം പാർട്ടി അനുഭാവിയാണ് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു VC കൂടി ഇപ്പോൾ RSSൻ്റെ ജ്ഞാനസഭയിൽ പങ്കെടുത്തത് തീർച്ചയായും CPM കേന്ദ്രങ്ങളെ, ഇടത് കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തങ്ങളുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇടത് ബുദ്ധിജീവികൾ. മാത്രമല്ല അവിടെ എന്തും കാണിക്കാം, ഭരണഘടനാ വിരുദ്ധമായതും നിയമവിരുദ്ധമായതുമായ എന്തും കാണിക്കാം, പിൻവാതിൽ നിയമനങ്ങൾ നടത്താം, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ അവിടെ നിയമനം നേടാം. ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരുന്ന മേഖലയായിരുന്നു. ആ മേഖലയിലാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പിടിമുറുക്കുന്നത്. ആ പിടിമുറുക്കൽ തീർച്ചയായും ഫലിച്ചു എന്ന് തന്നെ കരുതണം. 4 VCമാർ RSSൻ്റെ ആ യോഗത്തിൽ പങ്കെടുത്തുന്നു. CPMൻ്റെ കണ്ണുരുട്ടലൊന്നും നടന്നില്ല. SFIയുടെ ഭീഷണി വിലപ്പോയില്ല എന്ന് മാത്രമല്ല, ആരെയും ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ പോയ ആരെയും തടയാനുള്ള ധൈര്യം ഈ സംഘടനകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.